ഗായ്സ്, സമയം 4:15. ഞാൻ എഴുന്നേറ്റു. ആ, എന്താ അങ്ങനെ ഞാൻ എന്റെ ലൈഫിൽ ആദ്യമായിട്ട് റംസാൻ നോമ്പ് എടുക്കാൻ വേണ്ടിട്ട് പോവാം. അപ്പൊ ഇത്രയും രാവിലെ എഴുന്നേറ്റിരിക്ക. ഉറങ്ങിയത് തന്നെ ഒരു ഓൾമോസ്റ്റ് ഒരു 3 ആയി. അപ്പൊ നമുക്കിനി പിസ്സയുടെ റൂമിലേക്ക് പോവാം. നമ്മുടെ ലൈറ്റ് അടിക്കുന്ന ഒരു ക്ലിയറില്ല. നമുക്ക് 33 ബാങ്ക് കൊടുക്കാം. അതിന് മുമ്പ് കഴിക്കണം അല്ലേ? ഇരിക്കേ പെട്ടെന്ന് ചുമ്മാ അങ്ങനെ നമ്മള് ഫുഡ് കഴിച്ചു. പല്ലേച്ചില്ല പിസ. അപ്പൊ അതൊന്നും കുഴപ്പമൊന്നുമല്ല. അതിന് നമുക്ക് ഉറങ്ങാം. റസലന്നെ പൂട്ടിക്കാവോ? റസൽ അപ്പൊ ഇനി രാവിലെ കാണാം. ക്ലാസ് ഉണ്ട്, സബ്മിഷൻ ആണ്. സബ്മിറ്റ് കഴിക്കരുത് കേട്ടോ. കഴിക്കില്ല. ഇനി ഫുഡ് നമ്മള് വൈകുന്നേരം വരെ അറിയാം. ഗൈസ്, പ്രസന്റേഷൻ ആയിരുന്നു, സബ്മിഷൻ കഴിഞ്ഞു, വർക്ക് പറഞ്ഞു. ഗൈസ് ഇന്ന് നല്ലതാണ് അത് കഴിച്ചാലും. ഇല്ല, പക്ഷെ ഞാൻ കഴിക്കൂല എന്ന് ഉറപ്പാണ് ഗൈസ്. കുറച്ച് കഴിഞ്ഞാൽ ഇന്ന് 39 ഇവിടെ ഡെലിവറി. കുറച്ച് കഴിഞ്ഞാൽ ഒരുപാട് മനന്നെ വെള്ളം കുടിക്കും. ഇല്ല, ഞാൻ വെള്ളം കുടിക്കില്ല. കണ്ട ജിമാർട്ടിലെ ചങ്ങായി പൊട്ടിച്ചിട്ട് ഇവിടെ ലൈറ്റ് അടിക്കുന്ന നിങ്ങള് വ്യൂ തന്നിട്ട് വേണം എനിക്ക് ഈ ഗ്ലാസ് ഒക്കെ ഒന്ന് മാറ്റാൻ. നോമ്പെടുക്കണം തന്നെ ആ നീയത്തും വെച്ചിട്ടാ. അതെ പിസ പറഞ്ഞ പോലെ ആവോ? നല്ല ചൂടാ ഇപ്പൊ പുറത്ത്. ശരിക്കും ഒടുക്കത്തെ ചൂട്. അയ്യോ, ഭയങ്കര ചൂടല്ല, എന്താ പറയാ, നമ്മളിങ്ങനെ തീയിലൊക്കെ പോയി നിൽക്കൂലേ, ആ ഒരു അവസ്ഥ. അയ്യോ, ഒരു ഹീറ്റ് ഫീൽ ചെയ്യാം. എന്റെ നെയിൽ പോളിഷ് എല്ലാരും കണ്ടല്ലോ അല്ലേ? നൗഫലിന് നോമ്പില്ല. അപ്പൊ നൗഫലിന് അത്ഭുതം. ഞാൻ എടുത്തത് അത്ഭുതം എന്ന് പറയടാ. എന്റെ എനിക്ക് പനിയും ജലദോഷമാണ്. കഴിഞ്ഞ 1 മാസമായിട്ട് നിങ്ങക്ക് പനിയോ? കഴിഞ്ഞ 1 മാസമായിട്ട് പനിയല്ല, ലാസ്റ്റ് വീക്ക് പനിയായിരുന്നു. തീരെ വയ്യാറുണ്ട്. ഇന്ന് നോമ്പെടുത്തില്ല, ഞാൻ ബാക്കിയെല്ലാം എടുത്തിട്ടുണ്ട്. ഇന്നലെ മാത്രമാണ് എടുക്കാതെ. ചിക്കൻ ബിരിയാണി ദിവസം മുറിച്ചു വന്നു. ഇന്ന് നാളെ ചിക്കൻ ബിരിയാണി, നാളെ നോമ്പ്. ഓക്കെ, ഇത് എനിക്ക് തന്ന ചലഞ്ചാണ്. നിങ്ങക്ക് വേണമെങ്കിൽ എടുത്താൽ മതി. എടുക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. നിർബന്ധമുണ്ട്. എന്തിന്റെ നിർബന്ധം? അതൊക്കെ ഇഷ്ടങ്ങളല്ലേ. പോയേ ചോദിച്ചതിനോട് കുറച്ച് വെള്ളമൊക്കെ കാണാതെ കുടിച്ചിട്ടില്ല. ഞാൻ ശരിക്കാ എടുത്തേട്ടോ. ഞാൻ പണ്ടേ ആഗ്രഹിക്കാറുണ്ടായിരുന്നു എനിക്ക് നോമ്പ് എടുക്കണമെന്ന്. കാരണം റംസാൻ നോമ്പായോണ്ടേ. റംസാൻ നോമ്പായതുകൊണ്ട് എനിക്ക് റമളാനല്ല, റംസാൻ. 12:15 മുതൽ 1 വരെ ഉറങ്ങി. ഇന്ന് നമുക്ക് ക്ലാസ്സിന് പോവാം. 1 മണിക്ക് ക്ലാസ്, 1:15 ഇനി ഫിസൊക്കെ വേറെ ക്ലാസ്സിലാണ്, ഞാൻ വേറെ ക്ലാസ്സിലാണ്. ഞാൻ FD ITM. അപ്പോൾ ഞാൻ FD. എന്താ ക്ലാസ് ഒക്കെ ക്ലാസ് കഴിഞ്ഞു. വീണ്ടും ഉറങ്ങാം.
ഇവിടെയാണ് ക്ലാസ് കഴിയുന്നില്ല. എൻ്റെ ക്ലാസ് കഴിയും 5 മണി വരെയാണ് ടൈം ടേബിൾ. പക്ഷെ 4 മണിക്ക് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് ചേച്ചിനെ വിളിക്കാം, എന്നിട്ട് പറഞ്ഞാൽ ഗൈസ്. അങ്ങനെ നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടി പോവാണ്. ഞാൻ ഇതാ വീണ്ടും ഉറങ്ങി എഴുന്നേറ്റു. ഞാൻ ഉറങ്ങിയിട്ടില്ല, എനിക്ക് 5 മണി വരെ ക്ലാസ് ആയിരുന്നു. എന്നിട്ട് എന്താ ചെയ്ത്? ഇപ്പോഴത്തെ സമയം മോൾ അപ്പോഴാണോ വിളിച്ചത്? യാ എനിക്ക് തോന്നി പിന്നെ ഉറങ്ങി ബോധം കിട്ടുമെന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. അല്ല മോളെ, കാര്യമായിട്ട് എന്തെങ്കിലും കിട്ടണം കേട്ടോ. നല്ല കാറ്റ് കൊണ്ട് ബസ് തുറക്കാൻ തുറന്നിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ടോ? നേരത്തെയാണെന്ന് പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ എത്തിക്ക. വെറുതെ ഇരുന്നൂടെ. ഗായ്സ്, നമുക്ക് നോമ്പ് തുറക്കാൻ വേണ്ടിട്ട് കുടിക്കൂല. ഞാൻ കുടിക്കൂല. കോൾഡ് കോഫി ഉണ്ട്, കോൾഡ് കോഫി ഉണ്ടാക്കാം. പിന്നെ എന്തോ ഒരു സാധനം ഉണ്ട്, എന്താന്നറിയത്തില്ല. പിന്നെ തണുത്ത വെള്ളം ഇട്ട് പിന്നെ എന്നും പൊട്ടിയേക്കൊണ്ട് സാധനം കിട്ടത്. ഇന്നൊരു വെറൈറ്റി ആക്കിയിട്ടുണ്ട്. അനന്നെ നോമ്പെടുക്കണ്ട് പറഞ്ഞത് ഒലക്ക. പൊട്ടറ്റോടെ പിന്നെയും തിന്നായിരുന്നു. പൊട്ടറ്റോടെ പിന്നെയും തിന്നുമായിരുന്നു. പിന്നെ ഗ്രേപ്സ് ഉണ്ട് ഗൈസ്. വീണ്ടും മെസ്സിലേക്ക് വന്നു ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് നമ്മൾക്ക് ശ്രുതിൻ്റെ ബർത്ത്ഡേ. അപ്പം നമ്മളിന്ന് ചെറുതായി പാർട്ടിക്കല്ല, അവളെ ട്രീറ്റിന് പോവാണ്. അപ്പം അതിന് മുമ്പ് നമുക്ക് ഫുഡ് കഴിക്കാം. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അങ്ങനെ ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് നോമ്പൊക്കെ എടുത്ത് നോമ്പ് തുറന്നു. അപ്പോൾ ഇനി ശ്രുതിയുടെ ബർത്ത്ഡേ ട്രീറ്റിനൊക്കെ പോയി നമ്മൾ എത്ര മണിക്കാണ് എത്താനെന്നെ അറിയത്തില്ല. അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.